നമുക്ക് ഈ ഒരു വീഡിയോ കാണാം ഗൈസ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ആർക്കെങ്കിലും ഹോസ്റ്റ് കൊടുക്കാം. നോക്കട്ടെ. ഞാൻ മറ്റേ ഇത് പറഞ്ഞില്ലേ, എൻ്റെ ഇത് കാണിച്ചുതരാം ആദ്യം. എൻ്റെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഇത് കാണിച്ചുതരാം. ക്ലാഷ് ഓഫ് ക്ലാൻസ് വെയിറ്റ്. നിങ്ങൾ ആരൊക്കെ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്? ആരൊക്കെയാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്നത്? പറയൂ ചാറ്റി പറയൂ. ഈ പുല്ല് സാധനം വാസ്തവത്തെ ഞാൻ അയ്യോ കുറെ പേരുണ്ടല്ലേ. IM ഏതാ? KC ഗെയിലാടാ. ഇവിടെ ഇത്രയും പേര് കളിക്കുന്നുണ്ടാ ഇപ്പോഴും? ഞാൻ ഇത് ഇപ്പൊ ഒരാഴ്ച ഉണ്ടായേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബേസ്. കണ്ടല്ലോ, എൻ്റെ ബേസ് ഇതാണ്. ഇതെൻ്റെ ബേസ് ആണ്. ഞാൻ ഇതിപ്പം നോക്കുകയാണെങ്കിൽ ഓക്കെ, ഒരു സെറ്റ് ചെയ്യട്ടെ. അയ്യേന്നാ എടാ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റഷ് ബേസ് ആണ്. ഞാൻ ഇപ്പം എന്തായാലും ഈ ടൗൺ ഹാൾ എന്തായാലും മറ്റേ ചെറിയ ടൗൺ ഹാളിൽ കിടന്നിട്ട് ഒരു യൂസും ഇല്ല. അപ്പം കുറച്ചെങ്കിലൊക്കെ ഒരു വലിയ ടൗൺ ഹാളിൽ എത്തണം. അത് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റഷാക്കിയത്. എന്നിട്ട് ഇനിയിപ്പോൾ ഇരുന്ന് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിലിപ്പോൾ എന്താ പ്രശ്നം? എനിക്ക് മറ്റിലോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. 14th ആനിവേഴ്സറി കേക്കാ. നിങ്ങളുടെ ആനിവേഴ്സറി, എൻ്റെ ആനിവേഴ്സറി ഒന്നും ഇല്ലല്ലോ. ഇതിലിപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റാത്ത ഇതെന്താ? ഓക്കെ ഇത് പോട്ടെ. ഓക്കെ, ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഇത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ആർച്ചർ ടവർ ആണെങ്കിൽ ഓക്കെ ഫുൾ അപ്പായി. എൻ്റെ ഇനി വിസ ടവർ അപ്പേ ഉണ്ട്. അതുപോലെ കാനോൺസ് ഒക്കെ അപ്പയുണ്ട്. ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തത് ആർച്ചർ ക്യൂനാണ്. ആർച്ചർ ക്യൂൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ കാരണം കുറച്ച് ടൈം എടുക്കുള്ളൂ. അതേപോലെ നല്ലൊരു യൂസുമാണ് ആർച്ചർ ക്യൂൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആർച്ചർ ക്യൂനെ പെട്ടെന്ന് ഇതാക്കി. ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പം പിന്നെ ഡ്രാഗനെ ലെവൽ 4 ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് റേജ് മറ്റേ ഇത് അപ്പാക്കി. ഇനി മറ്റേ സ്പെല്ലിനി അപ്ഗ്രേഡ് ചെയ്യണം. ഇത് നമ്മുടെ ഹോഗ് റൈഡർ 4 ആക്കി. ഇനി ഈ ഇതൊന്ന് ഇതെടുത്തൊന്ന് ഇതാക്കണം. എന്നിട്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ മനസ്സിലായില്ലേ. ഇതെന്തായാലും ഞാൻ ഫുള്ളൊന്ന് അപ്പ് ചെയ്തിട്ട് ഞാൻ ഇനി ടൗൺ ഹാൾ 10 പോവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം ഇനി ഒന്ന് ഇതാക്കുക. ഇനി നമ്മളെ വാർ, എൻ്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള വാർ. എൻ്റെ സത്യം പറഞ്ഞ് ഞാൻ എന്നെ കേട്ടാ, എന്നെ 1 സ്റ്റാർ അടിച്ചിട്ടുള്ളടാ. 1 സ്റ്റാർ മനസ്സിലായില്ലേ. സത്യം പറഞ്ഞാൽ പോരാന്ന. ഇത് 6 അല്ലേ? എൻ്റെ ഒപ്പോണൻ്റ് 6 വേർത്ത് കയറി അടിച്ച് ഈ ഗോഡ് കില്ലർ. ഞാൻ പിന്നെ പോയി 5 അടിക്കേണ്ടി വന്ന്. 5-നെയും പിന്നെ 7-നെയും ഞാൻ അടിച്ച്. അത് നമ്മളെ ഇതാക്കി വലിയ. ഇത് സത്യം പറഞ്ഞാൽ റിപ്ലൈ നോക്കിയോണേ, കുറേ നാൾക്ക് ശേഷമാണ് കഴിക്കും. ഇത് ഏതോ ഷൊട്ട ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ അറ്റാക്ക് കൊടുത്തതിന് ശേഷം സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നില്ല. കുറേ നാൾ ശേഷം കളിക്കുന്നത്, അതുകൊണ്ട് അറിയുന്നില്ല. ഞാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഇതൊക്കെ ഉണ്ട് നമുക്ക് ആക്കിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ. കുറേ വർഷം കഴിഞ്ഞിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്. ഇത് ഏതോ ഷൊട്ട ഒരുത്തൻ്റെ ഇത്. ഞാൻ വിചാരിച്ച് 3 ഇത് പൊട്ടിപ്പോകുന്നു. പക്ഷെ പൊട്ടിയില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ പൊട്ടിക്കാന്നങ്ങ് വിചാരിച്ചതാ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതങ്ങ് പൊട്ടിക്കാന്ന് വിചാരിച്ച്. എന്നിട്ട് എൻ്റെ ഇതങ്ങ് മാറ്റി ഞാൻ ഇവിടെ ഫുള്ള് അങ്ങ് ക്ലിയർ അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബാർബറിനെ അവിടെ ഒരു ക്യൂനെ ഇറക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിയർ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലല്ലേ. ക്ലിയർ അപ്പ് ഇങ്ങനെ ചെയ്ത് എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇത് വിട്ട് നമ്മുടെ ക്ലാനിലുള്ള ഹോഗ് റൈഡർ. പക്ഷേ ഈ സൊണ്ടാപ്പി മോറൻ ഇവിടെ കൊണ്ടൊരു ആർച്ചർ ക്യൂനെ വെക്കുന്നത് ഞാൻ കണ്ടില്ല. മനസ്സിലായില്ലേ. അതുകൊണ്ട് ഈ എൻ്റെ ഹോഗ് റൈഡേഴ്സ് എല്ലാം കൂടെ ആർച്ചർ ക്യൂനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയി. അത് പെട്ട്. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഇരുന്ന ഹോഗ് റൈഡർ എടുത്ത് ഇത് പൊട്ടിക്കാൻ വേണ്ടി വിട്ട്. അപ്പോൾ ദാ വരുന്ന തടിയമാടൻ. ഇവൻ വന്ന് അതും ഓഫിച്ച്. പിന്നെ ഞാൻ വിളിച്ച് എന്തായാലും പോയി എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ചെറിയ ബേസല്ലേ ചുമ്മാ കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് നമ്മുടെ ഇത് ഡ്രാഗനെ പറഞ്ഞിങ്ങോട്ട് അങ്ങനെ ഇത് നമ്മളങ്ങനെ ഇതായിരിക്കും. മനസ്സിലായില്ലേ. എനിക്കെന്ന് പറഞ്ഞാൽ നല്ല സെറ്റൊരു ക്ലാന് ഇല്ല പുണ്ട ഈകള് ഇതാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ പിന്നെ പറഞ്ഞൊരു കിടുക്കാച്ചൊരു ഗെയിമില്ലേ, കിടുക്കാച്ചൊരു ഗെയിം. ആ കിടുക്കാച്ചി ഗെയിം കളിക്കാൻ എൻ്റെ ഷോക്സ് ഒക്കെ ഇടണം. ഒന്ന് ഞാൻ ഷോക്സ് ഇട്ടോട്ടെ, ഒരു മിനിറ്റ്. ഇത്
എൻ്റെ കിടക്കാച്ചി ഗെയിം ഞാൻ ഒന്ന് കളിക്കാൻ പോവാണ്. ഓക്കെ വെയിറ്റ് ചെയ്. വിഷയം ഗെയിമാണ്. എൻ്റെ കിടക്കാച്ചി ഗെയിമാണ്. എൻ്റെ പുതിയ എടാ ഞാൻ വിഷയോടെ ഞാനാണെങ്കിൽ ഫസ്റ്റ് കയറിയപ്പം മൊത്തം ബോട്ടിൻ്റെ അവിടെയൊക്കെ ഞാൻ ഗ്ലൂ ആയിട്ട് ഒരേ അടി കൊമ്പനൊക്കെ എൻ്റെ മുന്നിൽ വന്ന കൊമ്പ് പിടിച്ചുള്ളായി ഞാൻ. ഇനി കൊമ്പനൊന്നും എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അവന്മാർ കയറി ഞാൻ മനസ്സിലല്ലേ. നോക്കൂ ഇനി എനിക്ക് തോന്നുന്നു ഇനി ഇത് ബോട്ട്സ് അല്ല എനിമീസ് വരുമെന്ന് തോന്നുന്നു. ഞാൻ വെയിറ്റ് കാണിച്ചിട്ട് വിഷയോട് ഇങ്ങനെ ഗ്ലൂ ഒക്കെ ഇങ്ങനെ ഇടുക. കാണണേ വെയിറ്റ്. ഇത് എന്തൊക്കെയാണെന്ന് എനിക്കൊരു പിടിയില്ല. ഇവിടെ കൂടെ ഒരു കുരങ്ങനെ തന്നിട്ടുണ്ട്, എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും വെയിറ്റ് വിഷയമാണ്. സ്റ്റോറി ഓഫ് എ ഗ്രേറ്റ് കാറ്റസ്ട്രോഫിക് ഫ്ലഡ്. ശിവന് ഇതാരാ? അവിടെ ആ പയ്യ എന്തൊക്കെ പറയുന്നു. എടാ ബയ്യെന്നൊന്നും പറയല്ലേ. ഫ്രീ ഫയർ വെയിറ്റ് ഗെയിം നിങ്ങൾ നോക്കിയോ. വെയിറ്റ് നമ്മൾ നമുക്ക് എല്ലാവരും ഇറങ്ങുന്ന ഒരു ഏരിയ തൊട്ട് നോക്കി ഇറങ്ങാം. അപ്പോൾ ആ ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചാടുമ്പോൾ വേണ്ട സ്കേറ്റ് ബോർഡൊക്കെ വെച്ച്. മിന്നി ഇന്ന് ഇതൊക്കെയാണ് മിന്നി. ഇത് വാലറൻ്റൊക്കെ കളഞ്ഞിട്ട് എന്തിരി ഇതൊക്കെ ആവും. സൗത്ത് അമേരിക്ക അല്ല, സൗത്ത് കൊറിയ അല്ല, എവിടെയൊക്കെ പോകണുണ്ടല്ലോ. അവന്മാരൊക്കെ മറ്റേ മനുഷ്യന്മാർ തിന്നുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ മുടിയും വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവന്മാരൊക്കെ വല്ല പുഴുവാണ്. മനുഷ്യന്മാരെല്ലാം പുഴുവിനൊക്കെ തിന്നുന്നു. അതുകൊണ്ട് ആ മുടിയൊക്കെ വെട്ടിയിട്ട് പോവുക, അല്ലെങ്കിൽ മറ്റില്ല കൊളാട്ടാണെന്ന് പറഞ്ഞോണ്ട് അവന്മാർ പിടിച്ച് തിന്നും മെന്നീനെ. ഇങ്ങനെ വന്നിട്ട് നോക്കിയോ ഇപ്പോൾ ആക്കിയോ. ഇതിങ്ങനെ ഇനി ഷോ കാണിച്ചു. ഷോ വൺ ടാപ്പ്. അത് ഇനി ഇത് വേണ്ടേ, ഷോർട്ട് കട്ട് വേണ്ടേ? ഇത് മറ്റേ കാർണൻഡിറ്റ് കൊണ്ടായിരുന്നു. ഇത് പക്ഷേ ഇത് ലൈവ് കളിച്ചപ്പോൾ ലാഗുണ്ടല്ലോ. എൻ്റെ ഈ ഗെയിം എൻ്റെ പി സിക്ക് താങ്ങത്തില്ലേ ഫ്രീ ഫയർ കളിക്കാൻ. ഫുൾ ബോട്ടാണെന്നാ. കൊമ്പനൊക്കെയാണ് എതിരെ കളിക്കുന്നത്. TJ കൊമ്പൻ, ജോസൂട്ടി, വാസ്കോ ഒക്കെയാണ് കൂടെ എതിരെ കളിക്കുന്നത്. നോക്കിയോ അടുത്തത്. ഇവിടെ നിന്ന് ആരുമില്ല, എന്നെ പേടിച്ച് പോയി. കൊമ്പാ ആടാ എന്നെ പറ്റിയിട്ട്. ഇത് ഷോർട്ട് ഗൺ അല്ലേ? ഇത് ഷോർട്ട് ഗൺ അല്ലേ? ഷോർട്ട് ഗൺ ഇത് കൊള്ളാവുന്ന ഷോർട്ട് ഗൺ ആണോ? ഇനി ഉമ്മാരിങ്ങനെ അടിക്കുക. പക്ഷെ ഇത് ഇത്ര ലാഗ് ഉണ്ടല്ലോ. ഇത് ആരും എന്നെ വലിക്കുന്നത്. ഹലോ ടൂർണമെന്റ് എടുക്കുവാ. ടൂർണമെന്റ് ഇതില് താങ്ങുന്നില്ല, ലാഗാവുന്ന അത്രക്ക് കിടിലം ഗ്രാഫിക്സ് ഗെയിം. ഈ ഫ്രീ ഫയർ ഫോണിൽ കളിക്കുന്നത് വെറും തുച്ഛം. ഇതിലെ പ്ലെയർ ബേസിൽ 80% ലിറ്ററാ. കൊമ്പനൊക്കെ വരാൻ പറ. നോക്കോ പട്ടാസ് ഷോട്ട്. ബോട്ട്സ് ഒന്നല്ല, ഇതോ കൊമ്പൻ ജോസൂട്ടി ഇപ്പം തണിഞ്ഞു വീണത്. വാസ്കോ ആണല്ലേ? അങ്ങനെയൊക്കെ ഞാൻ വില്ലുവിനൊക്കെ വിളിച്ചെടുത്ത്. വില്ലുവിനൊക്കെ അമ്മ മറ്റേ എന്റെ കുറച്ച് ഞാൻ വൈപ്പ് ചെയ്തിട്ടോ. ഈ സ്കോഡ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടോ. വരുവിറ്റേ
അവിടെ എന്താ അത് എന്നത്? ഇത് ഇത്ര ദിവസം കളിച്ചില്ല, ഇതില്ലായിരുന്നല്ലോ. എടാ ഷിഫ്റ്റ് അടിക്കുമ്പോ സ്പീഡിന് ഓടുന്നില്ലടാ അത്. സൂപ്പർ, ഞാൻ ഇതൊരു ഓഫ് ചെയ്തിട്ടില്ല. ഓ ഞാൻ ഡെസ്ക്ടോപ്പാണ് ഇട്ടേക്കണ. ഒരു ഗെയിം മോഡ് ഇതാക്കട്ടെ. എടാ ഗെയിമിൽ ഇതില്ലടാ, ഇതില്ലടാ, എമുലേറ്റർ ഇല്ലടാ. ആ ഇവിടെ എനിമുണ്ട്. എടാ കൊമ്പനെ അടിക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ? ആരാ വലിക്കുന്നേ? കൊമ്പനെ അടിച്ചിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കളിയാക്കാം. ഒരുമിച്ച് കളിയാക്കല് വാങ്ങിക്കാം. എന്തിരി നിന്നെ പോലെ മറ്റേ നിന്റെ ആ വീഡിയോസ് എവിടെ കിടക്കുന്നത്? നിന്റെ വീഡിയോസ് എവിടെ കിടക്കുന്നേ? കാണല്ലേ വാറ്റണ്ണ ഫ്രീ ഫയർ കളിക്കുമല്ലേ? കളിച്ചോ, കുഴപ്പം ഞാൻ പറയുന്നില്ലല്ലോ. വാറ്റണ്ണ എൻജോയ് ചെയ്യില്ല. കുറ്റമല്ലല്ലോടാ നിന്റെ ആ ഒരു ഇതല്ലേ ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടല്ലേ. വേണ്ട വാറ്റണ്ണ വേണ്ട. ഇത് നേരത്തെ കളിച്ചപ്പോഴൊക്കെ എപ്പോഴും ആൾക്കാരായിരുന്നല്ലോ. ഇത് ലൈവ് കളിച്ചപ്പോ ആരും ഇല്ലല്ലോ. ഓയ് എടാ ഞാൻ കൊമ്പനെ ആ 1v1 വെല്ലുവിളിച്ചേക്കുവാ. എന്തിനു പറയണ നീ? എന്റെ കൊമ്പെടുത്തിട്ട് അടങ്ങോളൂ ഞാൻ. എന്തൊക്കെയാ വാറ്റണ്ണ ഇതൊക്കെ? ഇങ്ങനെ ഏബലിനോലും പറ്റില്ല. ഇങ്ങനെ ആദ്യം നമ്മള് ഒരു വീഡിയോ അടിച്ചിട്ട് കാണിക്കും. അത് ഏതെങ്കിലും അവന്മാര് വരണ്ടേ? എനിക്ക് കാറിപ്പോന്നുണ്ടാണ്. ഇനി നാളെ ഞാൻ വീഡിയോ എടുക്കണേ. ഞാനാണെങ്കിൽ ഗോൾ വാളിട്ടപ്പോ ടീമേറ്റ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു അവന്മാർ അടിക്കാൻ പോട്ടെ, നീ ഒറ്റയ്ക്കാ, നീ ചാവോന്ന്. അപ്പൊ ഞാനാണെങ്കിൽ ഗ്ലൂ വാൾ ഇട്ടിട്ട് ഒരു കോമഡി ഉണ്ട്. ഞാൻ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ അവന്റെ മുന്നിൽ പോയി. ഇതെന്തിനാണെന്ന് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടാ. എടാ ഷിഫ്റ്റ് ആ ഗ്ലൂ വാൾ ഇട്ടോളിയാ. അളിയാ എനിമി അളിയാ അല്ലളിയാ കയ്യിലില്ല, സാമാനില്ല. ഇതാരെ കിടക്കണേ? അടിടാ അടുത്ത് പോയി. ഇത് അനങ്ങുന്നില്ല. ഗ്ലൂ വാള് അളിയ വൺ ഹെഡ് ഷോട്ട് അളിയ. പറയുന്നറിയോ, ഞാൻ ഇന്നുണ്ടല്ലോ ഞാൻ ഫ്ലൈറ്റില് MRC ഗോകുന്ന് കണ്ടു കേട്ടോ. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രോപ്പുള്ള ലൊക്കേഷൻ ഇറങ്ങിയപ്പോ എനിക്ക് കയ്യിൽ ആദ്യം കിട്ടിയത് ഗ്ലൂ വാൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഗ്ലൂ വാൾ എടുത്ത് ഞാൻ ലൂട്ട് ചെയ്ത് പോയപ്പോ എനിക്കൊരു കാർണിറ്റി കിട്ടിയേ. അങ്ങനെ നോക്കുമ്പോ അതാ ഗോകു വരുന്നു, MRC ഗോകു. ഞാൻ ആദ്യം ഒരു ഗ്ലൂ വാൾ എന്നിട്ട് ഗോകു അത് സ്കിപ്പ് ചെയ്ത് വന്നു കേട്ടോ. ഞാൻ കൊടുത്തു തലക്കരടി. അയ്യോ ഞാൻ ചമ്മി പോയേ. ഇവിടെന്താ ചമ്മി പോയി കേട്ടോ അത് ഇട്ടപ്പോ. ഇത് കുറച്ച് സെറ്റ് ചെയ്യാണ്ട് കഴിച്ചു. ഇതിൽ എന്തൊക്കെ സെറ്റിങ്സ് മാറി കിടക്കും മനസ്സിലായില്ലേ? വല്യമോനോട് ചോദിച്ചാൽ പറഞ്ഞു, അവനാണ് ഇപ്പോഴും ഇത് കളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചാൽ ആ വീഡിയോയിൽ എവിടെ കിട്ടൂടാ അത് കാണിക്കാൻ? ഇല്ല അതൊന്നുമില്ല അതെല്ലാം യൂട്യൂബ് ഉണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഇതൊക്കെ നീ അത് മാത്രമല്ല PC വരുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് PC പ്ലേയേഴ്സിനെ നോക്കി അങ്ങനെ കിട്ടുന്നതാണ്. PC പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ബോട്ട് ലോബി വരും. ബോട്ട് ലോബിയാ? ഇതിന് എത്ര നീ കളിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. മറ്റേ ടൗൺ ഹാള് 8 എന്റെ 9
കണ്ട അവൻ പേടിച്ച് എൻ്റെ മൂവ്മെന്റ് ആയിട്ട് പേടിച്ച് കണ്ട ഇങ്ങനെ അടിച്ച് ഒരു അടി അടിക്കണം, ഒറ്റ അടി എടുത്തിട്ട് അവൻ അയ്യോ എൻ്റെ കുടുംബത്തിൽ കയറി വന്നേ അടിച്ചടിച്ചേ ആ എന്നിട്ടിങ്ങനെ അതാരാ അപ്പം ഇങ്ങനെ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരുത്തൻ അവിടെ നിന്ന് അടിച്ചു. അപ്പോൾ അവന് ഞാൻ ഒരു ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് ഞാൻ മറ്റവനെ നോക്കുമ്പോൾ മറ്റവനാണെങ്കിൽ എൻ്റെ ആ ഒരു സ്കില്ല് കണ്ടിട്ട് ഓടി ഒളിക്കാൻ നോക്കി. അപ്പം ഞാൻ ഒരു അടി കൊടുത്തിട്ട് ഇങ്ങനെ ഗ്ലൂ ആയിട്ട് അങ്ങനെ അവ പേടിച്ച് ലോബിയിൽ നിന്ന് പോയി. അപ്പം നോക്കിയപ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാർണിൻ്റെ എടുത്തിട്ട് എൻ്റെ കൂട്ടാന്മാർ പറഞ്ഞു അവൻ അടിക്കലെന്ന്. പക്ഷെ ഞാൻ അടിച്ചു, ഹെഡ് ഷോട്ട് കൊടുത്തു, അവൻ ചത്തു. പിന്നെ നോക്കുവാണെങ്കിൽ ഇനി കുറച്ച് പേരെ ബാക്കിയുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. പക്ഷേ എൻ്റെ സ്കില്ലനുസരിച്ച് ഞാൻ ഇരിക്കുമോ ഗോയ്സ് ഞാൻ അങ്ങനെ ഗണ്ണുമായി ഫ്രണ്ടിലോട്ട് പോകുന്നു. എൻ്റെ ഗണ്ണുമായി നോക്കുമ്പോൾ സോൺ കുറച്ചും കൂടി ചെറുതായി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ആ സോണിൽ നീ ഇപ്പോൾ പോകണ്ട, സോണ് വരുമ്പോൾ അതിൻ്റെ പിറകെ പോയാൽ മതി. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞു എൻ്റെ സ്കില്ലനുസരിച്ച് ഞാൻ ആദ്യം തന്നെ സോണിൽ പോകുമെന്ന്. എൻ്റെ പേരെന്താ ബെല ഏബൽ. ഞാൻ പുറകോട്ട് പോകത്തില്ല, ഞാൻ ഫ്രണ്ടിലോട്ടേ പോവുള്ളൂ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ ഒരു സ്കിൽ അനുസരിച്ച് എടാ ഈ ബോട്ട് ലോബി മാറാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അടിയ വിഷയമാണ് ഇപ്പൊ നോക്കണേ. അടി ഗുളുവാള്, അടിയ ഗുളുവാള്, അടി അടി എവിടെ പോട ബ്ലൈൻഡ് ടു വർക്ക് 1000 കിക്ക് പോയിന്റാ. എന്റെ ടു വർക്കിന്റെ കിഡ്നി പോയേ, കിഡ്നി ഇല്ലാത്ത എന്റെ മോനാണ്. അയ്യോ എത്ര രൂപ കിട്ടിയടാ നീ ഇത്രയും കൊടുക്കാൻ ഫുട്ബോൾ വന്നടാ ലൈവ്. സ്കൈഡാക്സാ ഏതില്? യൂട്യൂബിൽ. അൺഇൻസ്റ്റാൾ ചെയ്തോളായിട്ട് ഏതാ ഈ സാമാനം തന്നെ. ലൈവ് നോക്കടാ. ഏതില് യൂട്യൂബിൽ സ്കൈഡാക്സിന് അടിച്ചാൽ മതി. ഞാൻ ഇതിലാണ്. ഗോട്ടല്ല അപ്പൊ ഗോട്ട് ഞാൻ തന്നെ, രണ്ടുപേരും ഗോട്ടല്ല. ഓക്കെ ജി നെയ്മർ ചെറുത്തോട്ട വന്നു. ഹായ് വണക്കുന്നാണോ ചെറുത്തോട്ട മെസ്സേജ്? എനിക്ക് തോന്നുന്നത് ചെറുത്തോട്ട ഹായ് വാണോ സ്പെല്ലിക്ക് തെറ്റുമായിരിക്കും ചേട്ടന്. ആയിരിക്കും ആവണം. നീ അങ്ങനെ ഇട്ടതാണല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ശരത്തേട്ടൻ വന്ന ഹായ് വാണോന്ന്. ചെറുക്കൻ ലൈവ് ഒക്കെ ഇട്ടെ സപ്പോർട്ട് ചെയ്യണേ. സ്കൈ ഡാർക്സ് എന്തൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് കോപ്രായങ്ങൾ. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണുക. ഞാൻ എന്തായാലും ഈ ഒരു അല്ല ഇത് കാണുന്ന അല്ലല്ല അതിന് മുന്നേ ബെല ഏബിളിൻ്റെ ഒരു സാധനം ഒന്ന് കാണിച്ചോട്ടെ ഗൈസ്. ബെല ഏബിളിൻ്റെ ഒരു സാധനം എടുത്തിട്ട് പോയി. ഒരു മിനിറ്റ് ഡൗൺലോഡ് ചെയ്യട്ടെ. ബെല ഏബിൾ. Hey guys, ഞാൻ നേരെ കളിച്ചോണ്ടിരിക്കുകയാണ്. ആ കളിച്ചോണ്ടിരിക്കുന്ന മോശം ദിവസം. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാ? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? Hey guys, ഞാൻ എന്ത് ചെയ്യാനാണ്? ബൈ ബൈ ഗൈസ്. ഈ വാട്സാപ്പിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നേ? Hey guys, ഒരു വീഡിയോ കാണിച്ചു ഗൈസ്. ഒരു മിനിറ്റ്. ആ കളിച്ചോണ്ടിരിക്കുന്ന
ഹേയ് ഗായ്സ്, ഞാൻ അങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. ആ കളിച്ചോണ്ടിരിക്കുന്നിടം വരെ എനിക്ക് ഭയങ്കര മോശം ദിവസമായിരുന്നു ഗൈസ്. അതായത് കളിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് അടിക്കുന്ന അടികളൊന്നും കൊള്ളുന്നില്ല. കളിയാണ് ഞാൻ ഉദ്ദേശിച്ചേ. ആ കളിച്ചോണ്ടിരിക്കുന്നിടം വരെ എനിക്ക് ഭയങ്കര മോശം ദിവസമായിരുന്നു ഗൈസ്. അതായത് കളിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എനിക്ക് അടിക്കുന്ന അടികളൊന്നും കൊള്ളുന്നില്ല. കൊണ്ടു കഴിഞ്ഞാൽ നോക്കിട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് ഒരു നേടിറാമെന്ന് വിചാരിച്ചു. ഒരു നേടിട്ട് വിഷയമായിട്ട് 2 നോക്ക് കിട്ടി. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സന്തോഷം വന്നു. അതെങ്ങനെയും കയറി കംപ്ലീറ്റ് ചെയ്ത് അതേലും എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കയറി ചെന്നപ്പോഴത്തേക്ക് അതാണ് എൻ്റെ ഫ്രണ്ട് ഒരുത്തന്. അപ്പോൾ എൻ്റെ ടീമേറ്റ് പറഞ്ഞു ഞാൻ ചാവുന്നു, കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല, എനിക്ക് HP ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു ചക്ക കയറി ഗൈസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭാഗ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഈ നൈസായിട്ട് ഈ ലൂട്ടെല്ലാം എടുത്ത് ഞാൻ മേളത്തെ നോക്കൂടെ കംപ്ലീറ്റ് ആക്കാമെന്ന് വെച്ച് കയറി ചെന്നു. നൈസായാലും മേളത്തെ നോക്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി ഗൈസ്. അന്നേരം എൻ്റെ ടീമേറ്റോട് ഞാൻ പറഞ്ഞു ലാസ്റ്റിലെ കില്ലെടുക്കല്ലേ, അത് എനിക്ക് തരണേ, എൻ്റെ ഏസാണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരുത്തം കയറി വന്ന ഗൈസ് ഒരു വിഷയം ഇട്ടു കൊടുത്ത് അവനെ ഞാൻ തല്ലിക്കൊന്നു ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കമന്റ് ബോക്സ്. ഇനി കുറേമാരുണ്ട്, കുറേമാരെ കിടപ്പുണ്ട്. അതെനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല വാട്സാപ്പിൽ നിന്ന്. എന്തായാലും ഗൈസ് നമുക്ക് ഇതും കൂടെ കാണാം. ഇതും കൂടെ കണ്ടിട്ട് നമുക്ക് ഇന്ന് ജോക്കിയുടെ ലൈവ് കണ്ടവർക്ക് അറിയാം. അതെവിടെ? വീണ്ടും വീണ്ടും കാണിച്ചിരിപ്പിക്കലടാ. You walk him down. First bell to last, you walk him down. No warm-up, no urgency, nothing. He has already decided how tonight ends. He's laughing. Round 3, we will see if he's still laughing. Protect yourself at all times and obey my commands at നടക്കാരൻ all times. The reach is telling already. But look at this, he just keeps walking into it. He's taking everything and he is still coming forward. കണ്ണുപോയി. Time! Stop! Stay! Is he all right? Is he all right? Stay back! Stay where you are! That's the referee. That elbow caught the referee flush. ഇത് കണ്ടാ? ഈകളുടെ മുഖം കണ്ടാ? Is he all right? Stay back! Stay where you are! That's the referee. That elbow caught the referee flush. 6 pack ആയിട്ട് വന്നതാ. 2 ഇട്ടപ്പോ ഇതായി കൊടവേറായി. You touch me again and I end this fight right now. 1 point. 1 point. നോക്കുന്ന കിടന്നു വരുന്നു. He is done. He's got nothing left and he knows it. 1 more round. Take it from him. മൊത്താടി കിട്ടിയത് ഈകളുടെ. നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ കാണാന്ന്? ഇത് നോക്കിയോ? Oh, picked him up and put him through the floor. ഓ അപ്പടിക്കാരി കണ്ടു പിടിച്ച് മാറി ജയിച്ച്. One desperate voice screams his ഇനിയാണ് name from Cage's side. വെയിറ്റ് ചെയ്യണേ. He's dancing. The man can barely see out of one eye and he is dancing. അളിയ ഇതൊക്കെ എന്തൊരളിയ ഇതൊക്കെ? ഇതൊക്കെ ആര് പടച്ചു വിടുന്നു ഇതൊക്കെ? He's dancing. The man can barely see out of one eye and he is dancing. അളിയ ഇതൊക്കെ ആര്? അളിയൻ 2 അടി കൊടുത്തപ്പോഴേക്കും 10 അടി കൊണ്ടത് മറന്നു തോന്നുന്നു. 2 അടി കൊണ്ടപ്പോഴേക്കും ചളി ജയിച്ച്.